കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ ലയനം സംബന്ധിച്ച് ജോസ് കെ മാണിയുടെ പരാമർശത്തിന് മറുപടിയുമായി മോൻസ് ജോസഫ് MLA രംഗത്ത് വരികയുണ്ടായി. മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ ലയനത്തിന് ഒരു സാധ്യതയുമില്ലെന്ന് മോൻസ് ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തു. KM മാണിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങവെ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. KM മാണിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പേര് മാർക്കറ്റിംഗിന് വേണ്ടി കേരള കോൺഗ്രസ് M ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം ശക്തമായി തന്നെ ആരോപിച്ചു. വഖഫ് വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് തന്നെയാണ് കേരള കോൺഗ്രസിനെന്നും അത് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, വഖഫിന്റെ പരിധിയിൽ മുനമ്പത്തെ ഭൂമി വരുന്നില്ലെന്നും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് കേരള കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആർക്കും കടന്നുവരാൻ സാധിക്കുന്ന വാതിലുകളാണ് കേരള കോൺഗ്രസിന്റേത്. KM മാണിയുടെ 6ാം ചരമവാർഷിക ദിനത്തിൽ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു കേരള കോൺഗ്രസ് M നേതാവും മുൻ മന്ത്രിയുമായ KM മാണി. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് മുന്നണി രാഷ്ട്രീയത്തിന്റെ അവസാന വാക്കുമായിരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വിശേഷണങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിനുള്ളത്. പാലായെ അടിസ്ഥാനമാക്കിയാണ് KM മാണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ജീവിതം മുഴുവനും. പാലക്കാരുടെ മാണി എന്നും മാണിസാറിന്റെ പാല എന്നും ആ ബന്ധം ലോകം മുഴുവൻ അറിഞ്ഞതും. 1965 മുതൽ പാലക്കാർ അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. തുടർച്ചയായി 13 തവണ അദ്ദേഹം നിയമസഭയിലെത്തി. കൂടാതെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നടക്കമുള്ള റെക്കോർഡുകളും KM മാണിക്ക് സ്വന്തമാണ്. KM മാണി എന്ന നേതാവിന്റെ ശൂന്യത പാലായിൽ മാത്രമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലും തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കേരള കോൺഗ്രസ് പിറവിയെടുക്കുമ്പോൾ ആ പാതയിലായിരുന്നില്ല KM മാണി ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് കേരള കോൺഗ്രസിലേക്ക് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കേരള കോൺഗ്രസിന്റെ വളർച്ചയിലും തളർച്ചയിലും ഒരു വശത്ത് KM മാണി നിലനിന്നിരുന്നു. ബാർക്കോഴ കേസിൽ പ്രതിപക്ഷം ക്രൂശിച്ചപ്പോഴും പാലക്കാർ അദ്ദേഹത്തെ കൈവിട്ടിരുന്നില്ല. പക്ഷെ KM മാണിയുടെ കാലശേഷം കേരള കോൺഗ്രസിനെ പാലക്കാർ ശരിക്കും കൈവിട്ടു. KM മാണിക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പാലായിൽ വിജയിക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല.